സ്ഥലത്ത് BJP ജയിച്ചപ്പോൾ BJPയുടെ വോട്ട് ഷെയർ സംസ്ഥാനത്ത് എത്രയായി? കുറഞ്ഞു. 11.4%. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ലളിതമായ അർത്ഥം എന്താണ്? BJP പല സ്ഥലത്തും അവരുടെ വോട്ട് ഇടതുപക്ഷം തോൽക്കാൻ വേണ്ടി UDFന് കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ അവർ ജയിച്ചിരിക്കുന്ന 3 മണ്ഡലങ്ങൾ, 2ാം സ്ഥാനത്ത് ആരാ? 3 മണ്ഡലങ്ങളിൽ CPM. അപ്പോൾ CPMന് ജയിക്കായിരുന്നു അല്ലേ? BJPയെ തോൽപ്പിക്കണം എന്നൊരു നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും ഉണ്ടായിരുന്നെങ്കിൽ BJP ജയിക്കില്ല. ആ NIA UAPA നിയമ ഭേദഗതിക്ക് BJPക്ക് അത് പാസ്സാക്കാൻ രാജ്യസഭയിൽ വേണ്ടത്ര അംഗങ്ങളില്ലാത്ത സമയത്ത് കോൺഗ്രസ്സുകാരല്ലേ കൈപൊക്കി കൊടുത്തത്? സമുന്നതരായ പ്രമാണിമാരായ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ചിദംബരം തൊട്ട് ആന്റണി വരെയുള്ള ആൾക്കാരല്ലേ കൈപൊക്കി കൊടുത്തത്? എന്നിട്ട് ഇവിടെ എന്താണ് അനന്താഹ പ്രശ്നം CPMന്റെ തലയിൽ? ഇപ്പോൾ കേരളത്തിലൊക്കെ ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്ന തിരിച്ചടികളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ താഴെ തട്ടിലുള്ള നല്ല വിഭാഗം പ്രവർത്തകർ പറയുന്നത് എന്താണ്? എന്തോ നടന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് എന്ത് നടന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഇത്തരത്തിലുള്ള ഈ സോഫ്റ്റ്വെയർ ടെക്നോളജിയെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മാറ്റിയെടുക്കാം എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട. അതിൻ്റെ ഒരു റിമോട്ട് സിസ്റ്റം ഒക്കെ വെച്ച് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് വളരെ നമുക്കിപ്പോൾ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, അവർ സത്യസന്ധമായിട്ട് അവരുടെ മുന്നണി ചർച്ച ചെയ്യണം. നമുക്കിങ്ങനെ ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചാൽ TVK സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ എന്താണ് അവരുടെ കൂടെ നിന്ന ആളുകളെയൊക്കെ പുറംകാലം കൊണ്ട് തട്ടി നന്ദികെട്ട പണി എടുക്കുന്നതിനെ രാഷ്ട്രീയത്തിൽ നമ്മളെന്താണ് അവസരവാദമെന്നോ അധികാരമോഹമെന്നോ പറയാം. മലബാറിൽ മുസ്ലിങ്ങൾക്കായിട്ട് വലിയ രീതിയിലുള്ള വാചകടികളൊക്കെ നടത്തി. മലപ്പുറം ജില്ല ജീവിക്കാൻ പോലും പറ്റാത്ത അനുവദിക്കാത്ത സ്ഥലമാണെന്ന് വരെയുള്ള അങ്ങേറ്റ അപകടം. നമ്മളൊക്കെ മലപ്പുറത്ത് കോഴിക്കോട്ട് ഒരേപോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. വലിയ അപകടകരമായ പ്രസ്ഥാനങ്ങൾ. അതൊക്കെ വേണ്ടത്ര രീതിയിൽ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം കോട്ടയത്ത് പോയിട്ട് എന്താണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും പറഞ്ഞു. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു ധ്രുവീകരണം UDFന് അനുകൂലമാക്കി മാറ്റാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നടന്ന ഇന്ദിരാഗാന്ധിയുടെ വധം വരെയുള്ള എല്ലാ സംഭവങ്ങളും നോക്കിയാൽ RSS കോൺഗ്രസിൻ്റെ കൂടിയായിരുന്നു. അവരുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി BJPയുടെ കൂടിയായിരുന്നു. മഹാരാഷ്ട്ര മുനിസിപ്പൽ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് കോൺഗ്രസിന് പിന്തുണ കൊടുത്തു RSS. 2010 ആകുമ്പോഴേക്കും മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്താ ചെയ്തത്? അവിടുത്തെ 34 വർഷത്തിലേറെ അവിടെ ഭരിച്ച ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. അതിന് പിറകിൽ അമേരിക്കൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണ ആലോചനകളുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. ഇവിടെ VD സതീശൻ പോയിട്ട് ഗോൾവാൾക്കറുടെ പടത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ നമ്മളൊക്കെ വലിയ രീതിയിൽ രോഷം കൊള്ളില്ലേ? പക്ഷേ VD സതീശൻ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു ട്രഡീഷൻ, കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം, അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമാണ് ചെയ്തത്. അതിൽ വേറെ കാര്യമൊന്നുമില്ല. കോൺഗ്രസ്സുകാർ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. കേട്ടെ, 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. ഒരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ച് വലിയ സന്തോഷമില്ലാത്ത റിസൾട്ടുകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ളത്. നമ്മൾ ആസാമിലും പുതുച്ചേരിയിലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ BJP അധികാരത്തിൽ വന്നുവെങ്കിലും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടായിരുന്നു കേരളത്തിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും. പ്രത്യേകിച്ചും ഏറ്റവും ഭയപ്പെടുത്തുന്നത് ബംഗാളിലെ റിസൾട്ടാണ്. CPMനെ പോലെ ഒരു പാർട്ടി 35 വർഷത്തോളം അടുപ്പിച്ച് ഭരിച്ച ഒരു സംസ്ഥാനം, അത്രയും മമത പിന്നീട് ഭരിച്ചൊരു സംസ്ഥാനം, അങ്ങനെ ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടായിരിക്കും BJPക്ക് വലിയ രൂപത്തിലുള്ള വിജയം സമ്മാനിക്കാൻ സാധിച്ചത്? ഈ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം രാജ്യത്ത് അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായ വലതുപക്ഷവൽക്കരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മതനിരപേക്ഷത, നിയോ ലിബറൽ നയങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വങ്ങൾക്കും ദുർഭിക്ഷതകൾക്കുമെതിരായ ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ നയങ്ങൾ, ഇതിനെല്ലാം എതിരായി എത്രയോ കാലമായി 90കളോടുകൂടി വളരെ ശക്തമായി നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് പാതയെന്നൊക്കെ പിന്നോട്ട് പോയ കോൺഗ്രസ് തൊട്ട് ഈ തൃണമൂൽ BJP ഇങ്ങനെ വലതുപക്ഷ കക്ഷികളാകെ വലിയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബംഗാളും തമിഴ്നാടും കേരളവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധമായ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്, നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ പ്രതിനിധീകരിക്കുന്ന ആര്യബ്രാഹ്മണ്യത്തിൻ്റെ വൈദിക സംസ്കൃതിയുടെ മൂല്യങ്ങൾക്കെതിരായിട്ട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ സമൂഹങ്ങളാണ്. എല്ലാ തരത്തിലുമുള്ള ജാതി ഉച്ചനീചത്വങ്ങളെയും വിവേചനങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത സമൂഹങ്ങളാണ്. അതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ബംഗാളും കേരളത്തിലൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനം ഉണ്ടായത്.
തമിഴ്നാട്ടിലാണെങ്കിൽ അത് എന്താണ്, ഒരു ദ്രവീഡിയൻ, പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യൻ വൈദിക ബ്രാഹ്മണ്യ സംസ്കാരത്തിന് ആർഷ സംസ്കൃതിക്കെതിരായിട്ടുള്ള വലിയ പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രതിരോധത്തിൻ്റെ പെരിയോറുടിയൊക്കെ നാടാണ് തമിഴ്നാടെന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലകളിലെല്ലാം സംഘപരിവാർ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ, ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ ഹിന്ദുത്വത്തോട് ചെയ്യുന്ന വിട്ടുവീഴ്ചകളാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കുന്നതിൽ അവർ കാണിച്ച അങ്ങേയറ്റം കുറ്റകരമായ നിലപാടുകളാണ്. ഇപ്പോൾ ആസാമിൽ, ഫഹീം പറഞ്ഞല്ലോ, ആസാമിൽ നമ്മൾ പ്രതീക്ഷിച്ചതെന്ന്. ആസാം എന്ന് പറയുന്നത് ബംഗാളിനെയും കേരളത്തെയും തമിഴ്നാടിനെയൊക്കെ പോലെ നമുക്കങ്ങനെ ഒരു നവോത്ഥാന ചരിത്രമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പല സംഭവങ്ങളും എടുത്തു പറയുന്നുണ്ടാവില്ല. പക്ഷേ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, ഇടതുപക്ഷ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ തോട്ടം തൊഴിലാളികളുടെ മൂവ്മെൻ്റ് ഉണ്ടായിരുന്ന, സ്വാതന്ത്ര്യസമര കാലത്ത് തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ നയങ്ങളെ വെല്ലുവിളിച്ച തോട്ടം തൊഴിലാളികളുടെ പണിമുടക്കുകളും സമരങ്ങളും നടന്ന പ്രദേശമാണ് ആസാം എന്ന് പറയുന്നത്. ആസാമിൻ്റെ മലഞ്ചരിവുകൾ എന്ന് പറയുന്നത് 1940-കളാകുമ്പോഴേക്കും എന്താണ്, വളരെ ശക്തമായ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം ഉണ്ടായിരുന്ന പ്രദേശമാണ്. അത്തരമൊരു സംസ്ഥാനത്ത് സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ദേശീയ തലത്തിൽ 80-കൾക്ക് ശേഷം ഹിന്ദുത്വ അനുകൂലമായ ഒരു പൊതുബോധം, ഹിന്ദുത്വത്തിന് വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ്? 1977 അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള, അന്നത്തെ ഇന്ദിരാ സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ടുള്ള വലിയ പ്രതികരണം എന്ന നിലയ്ക്ക് കോൺഗ്രസ്സിന് ദേശീയാധികാരത്തിൽ പോകേണ്ടി വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് കോൺഗ്രസ് വാഴ്ച അവസാനിപ്പിച്ചു. അങ്ങനെ അവസാനിപ്പിച്ചൊരു സന്ദർഭത്തിലാണ് അന്നത്തെ ജനതാ പാർട്ടി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ആലോചിച്ചത്. അപ്പോൾ ജനതാ പാർട്ടി ഗവൺമെൻറ്റിൽ അന്ന് ജയപ്രകാശിൻ്റെ ഒരു സമീപനമൊക്കെയായി ബന്ധപ്പെട്ട് ജനസംഘം പിരിച്ചുവിട്ടെങ്കിലും RSSകാരായ ജനസംഘക്കാർ ആ ഗവൺമെൻറ്റിലുണ്ടായിരുന്നു, ജനതാ പാർട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ജനതാ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ജനസംഘക്കാർക്കും RSSകാർക്കെതിരായിട്ട് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ജനതാ പാർട്ടിയിൽ RSS അംഗങ്ങൾക്ക് അംഗങ്ങളാകാൻ പാടില്ല, ഇരട്ട അംഗത്വം അനുവദിക്കില്ല. ഒരാൾക്ക് ഒരേ സമയം RSSും ജനതാ പാർട്ടിയും ഇരിക്കാൻ പറ്റില്ല. മധുരിമായെപ്പോലുള്ള പഴയ സോഷ്യലിസ്റ്റുകൾ ശക്തമായി ഉയർത്തി. ആ നിലപാടുകൾ നിന്നുകൊണ്ട് ഇന്ത്യൻ ഇടതുപക്ഷം, ആ ഗവൺമെൻറ്റിന് പങ്കാളി അല്ലെങ്കിൽ ആ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത ഇടതുപക്ഷം, CPM, CP, ഈ പാർട്ടികൾ അതിശക്തമായ എന്താണ്, RSSനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു. അന്നത്തെ മൊറാർജി ദേശായി ഗവൺമെൻറ്റിൽ ഉള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് RSS അജണ്ടകൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാനുള്ള നീക്കം നടത്തി. അതിനെയൊക്കെ അതിശക്തമായ ഇടതുപക്ഷം എതിർത്തു. പ്രത്യേകിച്ച് ഇടതുപക്ഷ നിലപാടുകളുള്ള അക്കാദമിസ്റ്റുകൾ, ഇർഫാൻ ഹബീബിനെ പോലെ, റൊമില താപ്പറെ പോലെ, RS ശർമ്മയെപ്പോലുള്ള ബുദ്ധിജീവികൾ, ചരിത്രകാരന്മാർ, ഇവരെല്ലാം അതിശക്തമായി RSനെതിരായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, RSSായി ജനതാ പാർട്ടി തുടരാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് ജനതാ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടന്നത്. അതിന് അന്ന് പ്രതിപക്ഷത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായ ഇന്ദിരാഗാന്ധിയുമായി RSS ധാരണയെത്തി. അങ്ങനെയാണ് 80-കളുടെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നത്, തിരിച്ചു വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ RSS BJP രൂപീകരിച്ചിട്ട് ആർക്കാ വോട്ട് ചെയ്ത്? കോൺഗ്രസിനാണ്. പിന്നീട് നടന്ന എല്ലാ ഇന്ദിരാഗാന്ധിയുടെ വധം വരെയുള്ള എല്ലാ സംഭവങ്ങളും നോക്കിയാൽ RSS കോൺഗ്രസിൻ്റെ കൂടിയായിരുന്നു. അവരുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി BJPയുടെ കൂടിയായിരുന്നു. മഹാരാഷ്ട്ര മുനിസിപ്പൽ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് കോൺഗ്രസിന് പിന്തുണ കൊടുത്തു RSS. ജമ്മു കാശ്മീർ സംസ്ഥാന അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്തു RSS. കോൺഗ്രസ് ഹിന്ദു താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണെന്ന നിലയിലാണ് അന്ന് RSS നിലപാടെടുത്ത്. അതിന് പ്രത്യുപകാരമെന്ന നിലക്കാണ് ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ ഹിന്ദുത്വവാദികളുടെ RSSൻ്റെ വാദങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ ഇന്ദിരാ സർക്കാരും ഇന്ദിരാഗാന്ധിയുടെ
അന്ത്യത്തിന് ശേഷം, അവരുടെ ദാരുണമായ വധത്തിന് ശേഷം രാജീവ് ഗാന്ധിയും നിലപാട് സ്വീകരിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കോൺഗ്രസിൻ്റെ ഇത്തരം നിലപാടുകളുടെ സൗകര്യം ഉപയോഗിച്ചാണ് RSS ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്നത്. 1987 ആകുമ്പോഴേക്കും ബാബറി മസ്ജിദ് വലിയ തർക്കപ്രശ്നമാവുകയും അവിടെ ശിലാന്യാസം നടത്താനുള്ള അനുമതി കോൺഗ്രസ് സർക്കാരാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ആസാമിൻ്റെ എങ്ങനെയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? കോൺഗ്രസ് നേതാവായിരുന്നില്ലേ? അദ്ദേഹം കോൺഗ്രസ് വിട്ട് അവിടെ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി. കാരണം RSSലേക്ക് പോകാനുള്ള ഒരു ഇടനാഴിയാണ് എന്ത്? ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ഇപ്പം മമതയെ തോൽപ്പിച്ചുകൊണ്ടാണ് സുവേന്ദു അധികാരി എന്ന് പറയുന്ന BJP നേതാവ് അവിടെ അധികാരത്തിൽ വരുന്നതെങ്കിലും ഈ സുവേന്ദു അധികാരി ആരാ? ഈ സുവേന്ദു അധികാരി മമതയുടെ ആളായിരുന്നു. മമതയുടെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. മമതയുടെ പ്രധാനപ്പെട്ട ആളായിരുന്നു. ചീഫ്റ്റനായിരുന്നു അദ്ദേഹം. അപ്പോൾ സുവേന്ദു അധികാരിയിലേക്ക് BJP ബംഗാൾ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുക. സുവേന്ദു അധികാരി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസുമാണ്. ആസാമിലെ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന വീണ്ടും മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആൾ കോൺഗ്രസ് ആയിരുന്നു. ആസാമിലെ PCC നേതൃത്വം ഒന്നാകെ തൃണമൂൽ വഴി BJPയിൽ എത്തപ്പെട്ടിട്ടാണ് അവിടെ അധികാരം പിടിച്ചെടുത്തത്. യോഗി ആദിത്യനാഥിനെ കടത്തി വെട്ടുന്ന മുസ്ലിം വിരുദ്ധതയും കുടിയേറ്റക്കാർക്ക് ബംഗാളി മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രചരണവുമാണ് മിസ്റ്റർ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന BJP മുഖ്യമന്ത്രി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷമായ ഒരു ജനാധിപത്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഹിന്ദുത്വ ശക്തികൾക്ക് ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത്, അതിന് കൂട്ടുനിന്നത് കോൺഗ്രസ്സാണ്. അത് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരപരാധമായി നിലനിൽക്കും. ഇപ്പോൾ ബംഗാളിൽ എങ്ങനെയാണ് BJP വലിയ പ്രതിരോധമാണ് ബംഗാളി ജനത BJPക്കെതിരെ നടത്തിയത്. മമത തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായി, അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായ ആളാണ്. BJPക്ക് അവിടെ കാലുറപ്പിക്കാൻ അവസരം ഉണ്ടായി കൊടുത്ത ആളാണ് ആര്? മമതാ ബാനർജി. 2010 ആകുമ്പോഴേക്കും മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്താ ചെയ്തത്? അവിടുത്തെ 34 വർഷത്തിലേറെ അവിടെ ഭരിച്ച ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു. അതിന് പിറകിൽ അമേരിക്കൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണ, ആലോചനകളുണ്ട് എന്നുള്ളത് വസ്തുതാപരമായൊരു കാര്യമാണ്. നന്ദിഗ്രാം, സിന്ദൂർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് സംബന്ധമായി പിന്നീട് പുറത്തു വന്ന വിവരങ്ങളുണ്ട്. ഇപ്പോൾ ഈ സുവേന്ദു അധികാരി തന്നെ എന്താണ്, മമതയുടെ പാർട്ടി വിട്ട് BJP ചേർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? നന്ദിഗ്രാം ഗവൺമെൻറ് തീരുമാനപ്രകാരമുണ്ടായ വെടിവെപ്പല്ല, ഞങ്ങൾ എന്താണ് അന്നത്തെ സംസ്ഥാന പോലീസിലുണ്ടായിരുന്ന ഞങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് അവരെ ഉപയോഗിച്ച് ഞങ്ങൾ നടത്തിച്ചതാണ്. ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് ജനവികാരം ഇളക്കി വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്, സൃഷ്ടിച്ചെടുത്തതാണ്, വളരെ ഗൂഢാലോചനാപരമാണ് എന്നാണ്. അപ്പോൾ സർവ്വ ആളുകളും ഒന്നിച്ചു. നമ്മൾ മഴവിൽ സഖ്യം, മഹാസഖ്യം എന്നൊക്കെ പറയുന്ന സർവ്വ ആളുകളും അംഗീകരിച്ചു. മുഴുവൻ ലിബറലുകളും ബുദ്ധിജീവികളും എഴുത്തുകാരും കഥാകാരന്മാരും ഒക്കെ എന്താണ് ഈ മഴവിൽ സഖ്യത്തിൻ്റെ ഭാഗമായി തീവ്ര ഇടതുപക്ഷ നിലപാട് പറയുന്ന മാവോയിസ്റ്റുകളും യഥാർത്ഥ ഇടതുപക്ഷത്തെക്കുറിച്ചും ശുദ്ധ കമ്മ്യൂണിസത്തെക്കുറിച്ചും ധാർമ്മിക പ്രചരണം നടത്തുന്ന SUCക്കാരും ഒക്കെ എന്താണ് ഈ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി അവരെല്ലാം ചേർന്നുകൊണ്ടാണ് അവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ അവസാനിപ്പിച്ചത്. ബംഗാളിൻ്റെ 35 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അതിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തെ അത്യുജ്വലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതാണ്. ഒരൊറ്റ വർഗീയ കലാപങ്ങൾ പോലും ബംഗാളിലുണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഈ വിഭജനമൊക്കെയായി ബന്ധപ്പെട്ട്, ഇന്ത്യ പാക് വിഭജനമൊക്കെയായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടന്ന ചോരപ്പുഴകൾ ഒഴുകിയത് ബംഗാളാണ്.
ആ ബംഗാളിൻ്റെ ചോര കിനിഞ്ഞിറങ്ങിയ ചതപ്പ് നിലങ്ങളിലൂടെ ശാന്തിമന്ത്രം ഉരുവിട്ട് നടന്നു നീങ്ങിയ മഹാനാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി. പക്ഷേ ആ ഗാന്ധിജിയുടെയും നവഖാലിയുടെയും ബംഗാളിൻ്റെ നവോത്ഥാനത്തിൻ്റെയും മതനിരപേക്ഷതയുടെയൊക്കെ പാരമ്പര്യത്തെ ബംഗാളികളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ച് നിർത്തിയത്, അതിന് പോറലേൽക്കാതെ വർഗീയ കലാപങ്ങളുണ്ടാവാതെ നിലനിർത്തിയത് ഇടതുപക്ഷ സർക്കാർ. പക്ഷെ ആ സർക്കാർ അധികാരത്തിൽ പോകുന്നതോടുകൂടി എന്താ സംഭവിച്ചത്? മമതയുടെ ഗവൺമെൻറ് വന്നു. ആദ്യം തന്നെ മമത എന്താ ചെയ്തത്? ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി ഒപ്പം കൂടിയ മാവോയിസ്റ്റുകളെ മുഴുവൻ പിടിച്ചുകൊണ്ടുവന്ന് വെടിവെച്ചു കൊന്നു. ആരെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ടോ? ഇവിടെ വലിയ ലിബറൽ ബുദ്ധിജീവികളൊക്കെ തന്നെ വലിയ രീതിയിൽ എന്താണ്, ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ, ഒരു UAPA കേസ്, ഇടതുപക്ഷത്തിന് ഇതല്ലാത്ത കുറ്റം കൊണ്ട് ചാർജ് ചെയ്യപ്പെടുന്നതാണ്. NIA നിയമത്തിൽ വന്ന ഭേദഗതിയാണ്. ആ NIA നിയമം പാർലമെൻറ്റിൽ ഭേദഗതി ചെയ്യുമ്പോൾ, UAPA NIA നിയമം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രാജ്യസഭ എന്ന് പറയുന്ന മണ്ഡലത്തിൽ BJPക്ക് ആ ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള ഭൂരിപക്ഷമില്ല. BJPക്ക് ഭൂരിപക്ഷമില്ലാത്ത ആ ബില്ല് എങ്ങനെയാണ് രാജ്യസഭയിൽ പാസ്സാക്കിയത്? കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയല്ലേ. അന്ന് രാജ്യസഭയിലുള്ള കോൺഗ്രസ്സുകാരെന്നൊക്കെ പറയുന്ന ആരാണ്? രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ലീഡർ ചിദംബരമായിരുന്നു, P. ചിദംബരം. AK ആൻ്റണി എന്ന് പറയുന്ന മഹാൻ ഇപ്പോൾ റിട്ടയർമെൻറ്റ് അവസ്ഥയിൽ കേരളത്തിൽ കഴിയുകയാണല്ലോ. AK ആൻ്റണി ഉണ്ട്, ദിഗ്വിജയ് സിംഗ് ഉണ്ട്, ഗുലാം നബി ആസാദുണ്ട്. ഇവരെല്ലാം എന്താണ്, ഈ നിയമത്തിന് കൈപൊക്കി കൊടുത്തവരാ. അമിത്ഷാ കൊണ്ടുവന്ന NIA UAPA നിയമത്തിന് കൈപൊക്കി കൊടുത്തവരാണ് സമുന്നതരായ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ. ഇതൊക്കെ ആളുകൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്നുള്ള അഹന്തയിലല്ലേ ഇടതുപക്ഷത്തെ UAPയുടെ പേരിലൊക്കെ VD സതീശനെ പോലുള്ള നേതാക്കൾ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രം എന്താണ്? സംസ്ഥാന സർക്കാരുകൾക്ക്, സംസ്ഥാന പോലീസിന് ഭീകരവാദ ലിസ്റ്റിൽപ്പെട്ട ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നാൽ ഇടപെടാൻ അവസരം കൊടുക്കാതെ നേരിട്ട് NIAക്ക് കേന്ദ്ര സർക്കാരിന് ഇടപെടാം. അങ്ങനെയല്ലേ ഇവിടെ നമ്മുടെ അലൻ താഹ ഇടതുപക്ഷ സർക്കാരാണോ ചെയ്തത്? കേന്ദ്ര നിയമത്തിൻ്റെ അമെൻമെൻ്റാണ്. എത്ര സങ്കടകരമാണ്. നമ്മുടെ ഇതുപോലുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഭരണഘടന തന്നെ ലോ ആൻഡ് ഓർഡർ, പോലീസ് എന്ന് പറയുന്ന ആരതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ അല്ലേ. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഫെഡറൽ അധികാരത്തിൽ, നിയമപാലനത്തിനുള്ള ഫെഡറൽ അധികാരത്തിൽ കൈയടത്തിക്കൊണ്ടല്ലേ NIA UAPA നിയമം ഭേദഗതി ചെയ്തത്. ആ NIA UAPA നിയമ ഭേദഗതിക്ക് BJPക്ക് അത് പാസ്സാക്കാൻ രാജ്യസഭയിൽ വേണ്ടത്ര അംഗങ്ങളില്ലാത്ത സമയത്ത് കോൺഗ്രസ്സുകാരല്ലേ കൈപൊക്കി കൊടുത്തത്? സമുന്നതരായ പ്രമാണിമാരായ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ, ചിദംബരം തൊട്ട് ആൻ്റണി വരെയുള്ള ആൾക്കാരല്ലേ കൈപൊക്കി കൊടുത്തത്. എന്നിട്ട് ഇവിടെ എന്താണ്, അലൻ താഹ പ്രശ്നം CPMൻ്റെ തലയിലിട്ട് നമ്മുടെ ഈ ലിബറൽ ബുദ്ധിജീവികൾക്കൊക്കെ ഒരു സൗകര്യമുണ്ട്, ചാഞ്ഞ കൊമ്പ് വെട്ടുന്നവരാണ് അവർ. ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിലൊക്കെ ഒരു സൈദ്ധാന്തിക രാഷ്ട്രീയ നിലപാടുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്ഷേപിക്കുക, ഇടതുപക്ഷത്തെ അപമാനിക്കുക, ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്തുക. ഇതിന് സമാനമായ ഒരു സംഭവമാണ് നന്ദിഗ്രാം ഉൾപ്പെടെയുള്ള സംഭവം. പക്ഷേ നന്ദിഗ്രാം പോലുള്ള കൃഷിക്കാരുടെ ഭൂമി ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്ര നല്ല കാര്യത്തിനാണെങ്കിലും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു നടപടി സ്വീകരിക്കാൻ പറ്റും. കർഷകനും ഭൂമിയും തമ്മിലുള്ള ബന്ധം ഭയങ്കരമാണ്. ഈ വുഡ് എർത്ത് എന്ന് പറയുന്ന പളസ് ബക്കിൻ്റെ ഈ നോവലുണ്ട്, ചൈനീസ് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടൊരു നോവലാണ്, നോബൽ സമ്മാനമൊക്കെ കിട്ടിയ നോവലാണ്. അപ്പോൾ ഈ കൃഷിക്കാരനും മണ്ണും തമ്മിലുള്ള ബന്ധം വളരെ വളരെ ഗാഢമാണ്. അപ്പോൾ അതിനെ തൊട്ട് കളിക്കുമ്പം കൃഷിക്കാരൻ എന്താണ്, നിങ്ങളെ ഇവിടെ IT പാസ്സായ നിങ്ങളുടെ മകന് ജോലി കൊടുക്കാനാണ്, പോളിടെക്നിക്കിൽ നിങ്ങൾ ഡിപ്ലോമയായി വന്നിരിക്കുന്നത് നിങ്ങളുടെ മകന് ജോലി കൊടുക്കാൻ, വ്യവസായം കൊണ്ടുവരാനെന്നും പറഞ്ഞാൽ കൃഷിക്കാരൻ മണ്ണ് തൊട്ട് കളിക്കുമ്പോൾ ഇതില്ല. അപ്പോൾ അവൻ്റെ ഒരു ബോധം അവനെ ഈ കാര്യത്തിലൊക്കെ ബോധ്യപ്പെടുത്താതെ ചെയ്തു എന്നുള്ളതാണ് അന്നത്തെ ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിന് പറ്റിയ തെറ്റ്. ആ സാഹചര്യത്തൊക്കെ ഉപയോഗിച്ച് ബംഗാളിലെ മമത അധികാരത്തിൽ വന്നു. മമതയുടെ ഈ ഭരണത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് മമതയുടെ തെറ്റായ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചാണ് അവിടെ BJP എന്ത് ചെയ്തത്, സ്വാധീനം ഉറപ്പിച്ചത്. മമതയുടെ തന്നെ പാർട്ടിയിലെ ആളുകളാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അവിടെ BJPയെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ എന്തിൻ്റെയൊക്കെ പേരിൽ എതിർക്കുന്നവർ ആലോചിക്കേണ്ടത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്നുള്ളതാണ്.
പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിക്കുന്ന ആളുകൾ രണ്ട് രൂപത്തിലാണ് ഇതിനെ കാണുന്നത്. ഒന്ന്, SIR വന്നതോടുകൂടി അവിടുത്തെ മുസ്ലിം വോട്ടുകൾ വലിയ രൂപത്തിൽ ഒഴിവാക്കപ്പെട്ടു, അതുകൊണ്ടൊക്കെ തന്നെയാണ് BJP വളർന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഭരണപരമായ ഇലക്ഷൻ കമ്മീഷനെ തന്നെ ഉപയോഗിച്ചുള്ള ഇടപെടലുണ്ട്. അതിൻ്റെ ഭാഗമാണ് SIR-ൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് വോട്ടർമാർ അവിടെ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. വെട്ടിമാറ്റപ്പെടുക മാത്രമല്ല, തങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബീഹാറിൽ നിന്നൊക്കെ സ്പെഷ്യൽ തീവണ്ടി അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്, ഇത് BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടതാണ്. അവിടെ കേരളത്തിൽ നിന്നും പോയി, അതെ, ഇവിടെയുള്ള ആളുകളൊക്കെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എന്താണ്, ഒരു ഭാഗത്ത് SIR വഴി വോട്ടർമാരെ, തങ്ങൾക്ക് അനുവിമതരായ വിഭാഗങ്ങളെ വോട്ടേഴ്സ് പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി. മറുഭാഗത്ത് എന്താണ്, തങ്ങൾക്ക് ആവശ്യമായ വോട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ആളുകളെ എന്ത് ചെയ്തു, ഇതിൽ ചേർത്തു. ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് അങ്ങനെയാണെന്ന് വന്നല്ലോ, അതിന് സമാനമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിങ്ങും വളരെ ജനാധിപത്യ വിരുദ്ധമായ ഭരണകൂട സംവിധാനങ്ങളുടെ, ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഇടപെടലും ഈ വിജയത്തിന് പിറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ നടക്കുകയാണ്. ഇപ്പോൾ ഈ EVM എന്ന് പറയുന്നത് വികസിത സമൂഹങ്ങളെല്ലാം, ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയ സൗകര്യങ്ങൾ, ഡിജിറ്റൽ ടെക്നോളജി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമൂഹമാണ് യൂറോപ്പും അമേരിക്കയും. അവിടെ EVM-നെ വിശ്വസിക്കാൻ പറ്റില്ല. അതിൻ്റെ സോഫ്റ്റ്വെയറിനൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രശ്നം അവിടുത്തെ സിവിൽ സമൂഹത്തിൽ വലിയ രീതിയിൽ ഉയർന്നു വന്നതാണ്. അവിടുത്തെ തന്നെ എന്താണ്, EVM അവർ ഉപേക്ഷിക്കേണ്ടി വന്നു തെരഞ്ഞെടുപ്പിൽ. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ്, പിന്നെ UK നടന്ന കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പൊക്കെ പേപ്പർ ബാലറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഘടകവും ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആ ഘടകം ഇപ്പോൾ കേരളത്തിലൊക്കെ ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്ന തിരിച്ചടികളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ താഴെ തട്ടിലുള്ള നല്ല വിഭാഗം പ്രവർത്തകർ പറയുന്നത് എന്താണ്, എന്തോ നടന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് എന്ത് നടന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഇത്തരത്തിലുള്ള ഈ സോഫ്റ്റ്വെയർ ടെക്നോളജിയെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മാറ്റിയെടുക്കാം എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട, അതിൻ്റെ ഒരു റിമോട്ട് സിസ്റ്റമൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് വളരെ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് അത്ര അറിവില്ല. പക്ഷേ EVM-ഉം ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ അധികം വോട്ട് എണ്ണിയപ്പോൾ വന്നു. ലക്ഷക്കണക്കിന് വോട്ട് എന്താണ്, പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ എണ്ണിയപ്പോൾ വന്നു. അത് 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ സുതാര്യമായ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് BJPക്ക് അവരുടെ ഇംഗിതമനുസരിച്ച്, അവരുടെ അഭീഷ്ടമനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന, അതാണല്ലോ തീവ്രപരിഷ്കരണം, SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നു. അത് വളരെ അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെയും കൂടി ഒരു ഘടകം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ, അതെ, തമിഴ്നാട്ടിൽ കാലങ്ങളായിട്ട് അവർ സിനിമാ നടന്മാരെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് സിനിമാ നടന്മാർ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ വെറും 2 വർഷം കൊണ്ടാണ് വിജയെ പോലെയുള്ളൊരു ആൾക്ക് അവിടെ വിജയിക്കാൻ മാത്രമല്ല ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിക്കുന്നു. എന്നാൽ ഇതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവർണർ ക്ഷണിക്കുന്നില്ല എന്നുള്ളൊരു വേറൊരു പ്രശ്നവും നടക്കുന്നുണ്ട്. അതെ, ഇപ്പം TVK വിജയുടെ പാർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തോടുള്ള ആരാധന, അതിനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന PR വർക്കിലൂടെയും പണം ചെലവഴിച്ചുകൊണ്ടുള്ളൊരു വിജയമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ എന്താണ്, പരിപാടി എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ വിശദീകരിക്കാൻ പറ്റുക. PR ഏജൻസികൾ, പ്രൊഫഷണൽ റിസർച്ച് ഏജൻസികൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഏറ്റുപറയുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ 113 സീറ്റോളം കിട്ടി, 111 സീറ്റ് കിട്ടി. ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഭരണഘടനാപരമായി ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ കക്ഷി എന്ന നിലക്ക് TVK വിളിക്കണം.
പക്ഷേ അർലക്കർ അദ്ദേഹം RSS അജണ്ടയിൽ കളിക്കുന്ന ആളാണ്. RSS അജണ്ടയിൽ നിന്ന് BJPക്ക് വേണ്ടി തങ്ങൾക്ക് അനുബന്ധമായ സംസ്ഥാന സർക്കാരുകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ കളിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എന്താ TVK വിളിക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കാൻ ഉള്ള ശ്രമമാണ്. 118 സീറ്റേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടു കേവല ഭൂരിപക്ഷത്തിന്. 113 ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ആ കക്ഷിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വിളിച്ചാൽ നിയമസഭയിൽ എന്താണ് ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി. അപ്പോൾ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം കൊടുക്കുന്നില്ല. അത് പാർലമെൻ്ററി ജനാധിപത്യ ക്രമത്തോടും ജനാധിപത്യപരമായ നടപടിക്രമങ്ങളോടും BJP പുലർത്തുന്ന അങ്ങേയറ്റം രാഷ്ട്രീയമായ വളരെ വിരുദ്ധമായ ഒരു നിലപാടിൻ്റെ പ്രശ്നമാണ്. ജനാധിപത്യത്തിനൊരു വിലയില്ല. വിജയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വിളിക്കണം, അയാൾക്ക് 111 സീറ്റുണ്ട്, 111 MLA വിളിക്കുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തെ BJP എങ്ങനെ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കാം, ADMK അധികാരത്തിലേക്ക് കൊണ്ടുവരാനും അതുവഴി തങ്ങൾക്ക് ചെയ്തതുപോലെ തങ്ങൾക്ക് പതുക്കെ അധികാരം കൈയടക്കാനുമുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും സ്റ്റാലിനെ നമ്മൾ കാണുന്നത് നിരന്തരമായി BJPക്കെതിരെ സംസാരിക്കുകയും ദ്രവീഡിയൻ പൊളിറ്റിക്സ് കൃത്യമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ നമ്മുടെ മണ്ഡലം പുനർനിർണയവുമായി ബന്ധപ്പെട്ട് അവരെല്ലാവരും കറുത്ത വസ്ത്രം ധരിക്കുകയും അദ്ദേഹം അതിൻ്റെ ഒരു കത്തിക്കുന്ന വീഡിയോകളൊക്കെ ഒരുപാട്, അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരാൾ തമിഴ്നാട്ടിൽ തോൽക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം തോൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു ഘട്ടത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോലും പോകുന്ന ഒരവസ്ഥയൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ സംഭവിക്കാനുള്ള കാരണം? അല്ല, അത് വളരെ ആസൂത്രിതമായ ഒരു അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രചാരണങ്ങളുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള പല സുഹൃത്തുക്കളും പറയുന്നത് EVM ഹാക്കിംഗ് ആണെന്നാണ്. അല്ലാതെ 80,000 വോട്ട് കുളത്തൂരുന്നും ഈ സ്റ്റാലിൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത്. അതിൽ പല ആളുകളും, പല IT വിദഗ്ധന്മാരായ സുഹൃത്തുക്കളും പറയുന്നത് അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്, EVM എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. സ്റ്റാലിനെതിരായിട്ട് വലിയ നുണപ്രചരണങ്ങളാണ് കോൺഗ്രസും BJP അവിടെ നടത്തിയത്. TVKയും എന്താണ് സ്റ്റാലിൻ ഭരണത്തെ വലിയ രീതിയിൽ തന്നെയാണ്. സ്റ്റാലിൻ ഭരണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അതിൻ്റെ ഒരു സെക്കുലർ ആയ മതനിരപേക്ഷമായ ഒരു സാമൂഹിക ഘടനയെ സംരക്ഷിക്കാനുള്ള വലിയ ഇടപെടലാണ് സ്റ്റാലിൻ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്തെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഹിന്ദുത്വ ശക്തികൾ എല്ലാ മേഖലയിലും കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ അതിനെ അതിനിശിതമായി വിമർശിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്ത BJP ഇതര ഗവൺമെൻറ് നിലനിന്ന ഒരു സംസ്ഥാനം, അതിന് നേതൃത്വം കൊടുത്ത ആളാണ് സ്റ്റാലിൻ. ഫഹീം സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ, ആര്യ ബ്രാഹ്മണ്യത്തിനെതിരായ ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തെ വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹവും കനിമൊഴി പാർലമെൻറ്റിലൊക്കെ BJPയുടെ ഇത്തരം നയങ്ങൾക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ്. നമ്മുടെ രാജ്യത്ത് 2014 ശേഷം വന്ന എല്ലാ ഭരണഘടനാ ഭേദഗതികളെയും RSSൻ്റെ ഹിന്ദു രാഷ്ട്രവാദ അജണ്ടയിൽ നിന്നുകൊണ്ട് നടത്തിയ എല്ലാ ഭരണഘടനാ ഭേദഗതിയുടെയും ഈ പൗരത്വ നിയമം ഉൾപ്പെടെ എല്ലാത്തിനെയും അതിശക്തമായി എതിർത്ത, അതിനെ നല്ല രീതിയിൽ വിമർശിച്ച, BJPയുടെ ഇത്തരം നയങ്ങൾക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് സ്റ്റാലിൻ. അപ്പോൾ സ്റ്റാലിനെ വലിയ രീതിയിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ഒരു പ്രചാരണം BJPയും പൊതുവെ അവിടുത്തെ സ്റ്റാലിൻ വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളെല്ലാം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് എന്താണ് ഇപ്പോൾ സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി എന്നാണ്. കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം എന്താണ്, ഈ സ്റ്റാലിനെ മാറ്റിയിട്ട് പതുക്കെ BJPയുടെ കയ്യിലേക്ക് അധികാരം എത്തിക്കുന്ന ഒരു സ്ട്രാറ്റജിയുടെ സ്റ്റൂജായിട്ട്, അതിൻ്റെ ഉപകരണമായിട്ട് കോൺഗ്രസ് പാർട്ടി തമിഴ്നാട്ടിൽ മാറുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധി മോഡി ഭരണത്തിന് കീഴിൽ പ്രതിപക്ഷ നേതാവായി വരുമ്പം രാഹുൽ ഗാന്ധിയെ അങ്ങേയറ്റം പരിഹസിക്കുകയാണ് BJPക്കാർ ചെയ്തത്. ദേശീയ മാധ്യമങ്ങൾ പോലും രാഹുൽ ഗാന്ധിക്ക് ഒരു അംഗീകാരവും കൊടുക്കാത്ത കാലത്ത് രാഹുൽ ഗാന്ധിക്ക് അതിശക്തമായ പിന്തുണ കൊടുത്ത പാർട്ടിയാണ് DMK. ആ DMK ഇന്ത്യ മുന്നണിയിലെ ശക്തമായൊരു കക്ഷിയാണ്. DMKയെ
യുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ആ പ്രസ്ഥാനത്തോട് ചെയ്ത അനീതി എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. ഇപ്പോൾ ഗുജറാത്ത് മന്ത്രിസഭ, ആ മന്ത്രിസഭ 1997 അപ്പോൾ രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്നുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് കമ്മീഷൻ റിപ്പോർട്ട്, ജസ്റ്റിസ് ജെയിൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഈ രാജീവ് ഗാന്ധിയുടെ വധത്തിന് ഉത്തരവാദിയായ LTTയുമായിട്ട് DMക്ക് ബന്ധമുണ്ടെന്നായിരുന്നു കമ്മീഷൻ്റെ കണ്ടെത്തൽ. അപ്പോൾ LTT എന്ന് പറയുന്നത് തമിഴീഴമാണ്. ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ എന്താണ് ഈ തമിഴീഴത്തിന് പിന്തുണ കൊടുത്തു. LTTയുടെ ഭീകരപ്രവർത്തനത്തിന് അവർ പിന്തുണ കൊടുത്തു എന്നല്ല, അതിൻ്റെ ഒരു കോസിന് പിന്തുണ കൊടുത്തിരുന്നു. ആ രീതിയിൽ എന്താണ് കരുണാനിധിയും ആ കോസിന് പിന്തുണ കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് ശ്രീലങ്കയിലെ ജാഫ്നയിലെ തമിഴ് വംശജരുടെ സ്വയം നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ലോകത്ത് എല്ലായിടത്തുള്ള ജനാധിപത്യവാദികൾ ഉയർത്തിയതാണ്. ആ രീതിയിലുള്ളൊരു സപ്പോർട്ട് എന്താണ് തമിഴ് ജനതയുടെ ഭാഗമായി നിൽക്കുന്ന DMK ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയം പറഞ്ഞ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചതും DMK പുറത്താക്കുന്നതും ഗുജറാത്ത് ഗവർണറെ അട്ടിമറിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യം ആർക്കുണ്ട്? കോൺഗ്രസ്സിനുണ്ട്. അപ്പോൾ എന്നിട്ടും എന്താണ് DMK എന്ത് ചെയ്തു? ശക്തമായ രീതിയിൽ തന്നെ BJPക്കെതിരായിട്ടുള്ള പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി നിലകൊണ്ടു. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി രൂപപ്പെടുത്തുന്ന ഒരു ചരിത്രഘട്ടത്തിൽ അതിന് മുൻകൈയെടുത്ത ആൾ തന്നെ BJP പോയി. നമ്മുടെ ബീഹാറിലെ നിതീഷ് കുമാർ BJP പോകാൻ എന്താ കാരണം? അത് രാഷ്ട്രീയമായി ശരിയാണെന്നുള്ള വേറെ പ്രശ്നം. ഇന്ത്യയിലെ 125 പാർട്ടികളെ ഒന്നിപ്പിച്ച് BJPക്ക് മോഡി ഭരണത്തിനെതിരായിട്ട് വിശാലമായ ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്താനുള്ള ശ്രമം വന്നപ്പോൾ സഖാവ് യെച്ചൂരിയായിരുന്നു നിതീഷ് കുമാറിനെയൊക്കെ ആ രീതിയിലേക്കുള്ളൊരു മുൻകൈയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ കോൺഗ്രസ് എന്താ ചെയ്തത്? അങ്ങനെ ഒരു സാധ്യത വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയാണെന്ന് മല്ലികാർജ്ജുന ഖാർഗെയെ കൊണ്ട് പ്രസ്താവന ഇറക്കിച്ചു. അങ്ങനെയാണ് നിതീഷ് കുമാർ അതിൽ നിന്ന് പിന്മാറുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിട്ടും DMK എന്ത് ചെയ്തു? തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ചു. ഇന്ന് ഹിന്ദുത്വത്തിന് BJP ഉയർത്തുന്ന ഫാസിസ്റ്റ് ഭീഷണിക്കെതിരായിട്ട് പ്രതിപക്ഷ ഐക്യം വളരെ അനിവാര്യമാണ്. ഒന്നിച്ചതിനെ പ്രതിരോധിക്കണം. അതിന് കോൺഗ്രസിൻ്റെ പല നിലപാടുകളോടും വിയോജിപ്പുണ്ടായിട്ടും കോൺഗ്രസ്സിനൊപ്പം നിന്നു. ആ കോൺഗ്രസ് പാർട്ടി സ്റ്റാലിന് പരാജയം ഉണ്ടായപ്പോൾ എന്താ ചെയ്തത്? തള്ളിപ്പറഞ്ഞു. TVKയുടെ വയ്യപ്പ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ സൂചനകളുണ്ടായിരുന്നു. KC വേണുഗോപാൽ വിജയുമായിട്ട് ചർച്ച നടത്തിയതായിട്ടൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഇപ്പം എന്താണ് അവർ TVKയുടെ പുറകെ പോകാനാണ് സ്വിച്ച്. അപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? അവർ ഞങ്ങൾക്ക് 5 MLA ഉള്ളൂ, ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം വേണം, ചില കോർപ്പറേഷൻ ഭരണം വേണം. അപ്പം സ്റ്റാലിനെ പോലെ ഇന്ത്യ മുന്നണിയിലെ വളരെ ശക്തമായ ഒരു ഘടകകക്ഷിയെ, ഒരു സഖ്യശക്തിയെ എളുപ്പം തള്ളിപ്പറഞ്ഞു. ഒരു മടിയുമില്ലാതെ തള്ളിപ്പറഞ്ഞു. അപ്പം നമ്മൾ സാധാരണ പറയും ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ അവസരങ്ങളുടെ കലയാണെന്ന്. നമ്മൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ പോകുമ്പോൾ പല സുഹൃത്തുക്കളും അത് പറയും, അവസരങ്ങളുടെ കലയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതർത്ഥത്തിന് ഈ ബൂർഷ്വാ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താൻ കഴിയുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അതിനെന്തില്ല, എന്തെങ്കിലും ധാർമ്മികതയോ നൈതികതയോ ഒന്നുമില്ല. ആരുമായിട്ടും കൂട്ടുകൂടി എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താം. അതാണ് ഈ ബൂർഷ്വാ പണ്ഡിതന്മാരൊക്കെ ഈ രാഷ്ട്രീയത്തെ നിർവചിക്കുന്നത്. അത് അവസരങ്ങളുടെ കലയാണെന്ന്. ഒരു ബൂർഷ്വാ സമൂഹത്തിനകത്ത് എന്താണ് ഈ അവസരങ്ങളൊന്നും ശരിക്കും ഉപയോഗപ്പെടുത്തി സ്ഥാനമൊന്നും നേടാത്ത ആൾക്കാരെ പറ്റിയൊന്നും നാട്ടുകാർ പറയും, നിന്നെ കൊണ്ടെന്ത് കാര്യം, നീ ഈ അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ലോ, ഈ സാധ്യമൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ലല്ലോ എന്ന് പറയും. അത് ബൂർഷ്വാ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്തുന്ന, അതിൻ്റെ തന്നെ ഒരു പൊതുബോധമായി മാറിയിരിക്കുന്ന ഈ ശുദ്ധ പ്രയോജനവാദമാണ്. അവിടെ എന്താണ് ധാർമ്മികതയും ആദർശങ്ങളൊന്നുമില്ല. അപ്പോൾ BJPക്കെതിരായിട്ട് ഹിന്ദുത്വമുയർത്തുന്ന ഇന്ത്യയിലെ ബഹുസംസ്കാരത്തിനും ഇന്ത്യൻ ജനതയുടെ മതപരമായ മൈത്രിക്കുമൊക്കെ എതിരായിട്ടുള്ള ഭീഷണിക്കെതിരായിട്ട് രാജ്യത്തിൻ്റെ സെക്കുലർ ഫാബ്രിക് സംരക്ഷിക്കുക എന്ന ഒരു ആദർശത്തിൻ്റെ പേരിലാണ്, എന്ന ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണി രൂപപ്പെടുത്തിയത്. നിയോ ലിബറൽ നയങ്ങൾക്കെതിരായിട്ടൊന്നും അതിനൊരു ബദൽ സമീപനമൊന്നും ഇന്ത്യ മുന്നണിക്കൊന്നുമില്ല. ഇന്ത്യ മുന്നണിക്ക് ആകെയുള്ളത് എന്താണ്? ഈ സെക്കുലർ ഫാബ്രിക്, ഭരണഘടന പറയുന്ന ഒരു സെക്കുലർ ഡെമോക്രസി സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് എന്താണ്, എന്ത് സെക്കുലർ ഡെമോക്രസി? TVK വിളിച്ചു അങ്ങോട്ട് പോയി. അവർക്ക് അവരുടേതായ ന്യായങ്ങളൊക്കെ ഉണ്ടാവും ഇക്കാര്യത്തിൽ.
പക്ഷേ CPM-ൻ്റെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി TVKയും AIDMKയും ഒരുമിക്കണ്ട എന്നുള്ളൊരു സ്ട്രാറ്റജി ആണെങ്കിലോ കോൺഗ്രസിൻ്റെ, എന്നുവെച്ചാൽ TVK ആദ്യം തന്നെ കോൺഗ്രസ്സിലേക്കൊരു ലോക്ക് ചെയ്തു വെക്കുക എന്നുള്ള രൂപത്തിലുള്ള സ്ട്രാറ്റജി ആണെങ്കിലോ അത് അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണെന്ന് കരുതുന്നില്ല. കാരണം കോൺഗ്രസ്സിന് 5 സീറ്റേ ഉള്ളൂ. 5 സീറ്റുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, അവർ സത്യസന്ധമായിട്ട് അവരുടെ മുന്നണി ചർച്ച ചെയ്യണം. നമുക്കിങ്ങനെ ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചാലും TVK സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ എന്താണ്, അവരുടെ കൂടെ നിന്ന ആളുകളെയൊക്കെ പുറംകാല കൊണ്ട് തട്ടി നന്ദികെട്ട പണി എടുക്കുന്നതിനെ രാഷ്ട്രീയത്തിൽ നമ്മളെന്താണ് അവസരവാദമെന്നോ അധികാരമോഹമെന്നോ പറയുക. ആ അധികാരമോഹത്തെയും അവസരവാദത്തെയും ന്യായീകരിക്കാനും ആദർശവൽക്കരിക്കാനും വേണ്ടി ADM TVK സഖ്യം തടയാനുള്ള ഒരു ടാക്ടിക്സാണ് ഇത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ പറഞ്ഞാൽ അതാരും വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പോൾ കൂടെ നിന്ന ആളുകളോട് ചർച്ച ചെയ്യണ്ടേ, അവിടുത്തെ DMKയോട് ചർച്ച ചെയ്യണ്ടേ, CPM-നോട് ചർച്ച ചെയ്യണ്ടേ, CPയോട് ചർച്ച ചെയ്യണ്ടേ, കമലഹാസൻ്റെ പാർട്ടിയോട് ചർച്ച ചെയ്യണ്ടേ. അവരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ഈ ADMK വഴി BJP വരുന്നത് തടയണം, അതുകൊണ്ട് TVK. ഇപ്പം സ്റ്റാലിൻ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഗവർണർ TVK വിളിക്കാത്തത് ഗുരുതരമായ പ്രശ്നമാണെന്നാണ്. കാരണം BJPയുടെ സ്ട്രാറ്റജിയാണ് ഗവർണർ പ്രയോഗിക്കുന്നത്. അതിനെ എതിർക്കും. അസംബ്ലിയിൽ വന്നാലോ വോട്ടെടുപ്പ് വന്നാലോ TVKക്ക് പിന്തുണ നൽകാനാണ് പോകുന്നത്. പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വോട്ടെടുപ്പ് വിട്ടു നിന്ന് അവർക്കെന്താണ് TVKക്ക് അധികാരത്തിൽ വരാനുള്ള സൗകര്യം ഒരുക്കും. അപ്പം നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയത്തിൽ തത്വാധിഷ്ഠിതമാവുക എന്ന് പറയുന്നിടത്താണ് ഡെമോക്രാറ്റിക്കായ പൊളിറ്റിക്സ്. മറ്റേത് ഭൂഷാവസരവാദമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അത് വളരെ അപകടകരമാണ്. കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പം നമുക്ക് കാണാം. ഞാൻ പറഞ്ഞില്ലേ, 77 ജനതാ പാർട്ടിയെ തകർത്ത് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ വേണ്ടി ഇന്ദിരാഗാന്ധി RSSുമായി സന്ധി ചെയ്തവരാ. ഇവിടെ VD സതീശൻ പോയിട്ട് ഗോൾവാൾക്കറുടെ പടത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ നമ്മളൊക്കെ വലിയ രീതിയിൽ രോഷം കൊള്ളില്ലേ. പക്ഷേ VD സതീശൻ എന്താണ്, കോൺഗ്രസിൻ്റെ ഒരു ട്രഡീഷൻ, കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം, അതിൻ്റെ തുടർച്ചയെടുത്ത് മാത്രമാണ് ചെയ്തത്. അതിൽ വേറെ കാര്യമൊന്നുമില്ല. കോൺഗ്രസ്സുകാർ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. RSൻ്റെ ഏത് പദ്ധതിയോടെ സഹകരിക്കാത്ത ഏറ്റവും ഒടുവിൽ ബാബരി മസ്ജിദ് വിശ്വാസത്തിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്ക് അമ്പലം പണിയാൻ വിട്ടുകൊടുക്കണമെന്ന് കോടതി പറഞ്ഞു. രഞ്ജൻ ഗൊഗോയി പറഞ്ഞു, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ വിധി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അവിടെ ക്ഷേത്രം പണിതു. 400 ചില്ലാനം വർഷക്കാല അയോധ്യയിലെ മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോന്ന ഒരു സ്ഥലത്ത് നിയമവിരുദ്ധമായി സംഘം ചേർന്ന് പള്ളി തകർത്ത സ്ഥലത്ത് അവിടെ എന്താണ് BJP RSS അവരുടെ ഗവൺമെൻറ് ക്ഷേത്രം പണിയാണ്. ഞങ്ങൾ BJPക്കും RSSനും എതിരാണെന്ന് കേരളത്തിൽ വന്ന് വർത്താനം പറയുന്ന കോൺഗ്രസ്സുകാർ എന്താ ചെയ്തത്? ശ്രീമതി പ്രിയങ്ക ഗാന്ധി, കമൽറാം, ഇങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ വെള്ളി ശിലകളുമായി അവിടെ നരേന്ദ്രമോദി തറക്കല്ലുമ്പോൾ അങ്ങോട്ട് പോയ ആൾക്കാരല്ലേ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു തരുന്നത്? മറ്റൊന്നുമില്ല, ഒരു കാര്യത്തിലും BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായ എതിർപ്പിൽ, പ്രത്യയശാസ്ത്രമായ എതിർപ്പിൽ ഒരു തത്വദീക്ഷയും കോൺഗ്രസ് ഒരു കാലത്തും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കേരളത്തിൽ പിണറായി വിജയൻ BJP ആയിട്ട് ധാരണയിലാണ്, അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, BJP ആയിട്ട് ഒത്തുകളിക്കുകയാണ്. PM ശ്രീ ഒപ്പിട്ടു, മോഡിയുടെ SIR നടപ്പാക്കുന്ന പിണറായി വിജയനാണെന്ന് വ്യാജ പ്രചരണം നടത്തി ഇവിടുത്തെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെയും മതനിരപേക്ഷ സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം നമുക്ക്. വലിയ രൂപത്തിലാണ് CPM-നെ സംബന്ധിച്ച് 2001 കുറവായിട്ടുള്ള സീറ്റുകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ട് BJPയെ സംബന്ധിച്ച് അവർക്ക് 3 MP-മാരെ ലഭിച്ചു. 20ഓളം ജില്ലകളിൽ അവർക്ക് 20% കൂടുതൽ വോട്ട് ഷെയറുണ്ട് നിലവിൽ. ആ രൂപത്തിൽ BJPയുടെ വളർച്ച വരുന്നു. ഇടതുപക്ഷം വലിയ രൂപത്തിൽ തകർച്ചയിലേക്ക് പോകുന്നു. കോൺഗ്രസ് വലിയ രൂപത്തിൽ വിജയത്തിലേക്ക് വരുന്നു. തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിലെ ജനവിധി നമ്മൾ വളരെ ആദരപൂർവ്വം തന്നെ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ അംഗീകരിക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിച്ച ഘടകങ്ങൾ എന്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയും ജനാധിപത്യ മതനിരപേക്ഷ ഘടനയ്ക്കും വലിയ ഭീഷണിയാവുന്ന ഘടകങ്ങൾ അതിൽ പ്രവർത്തിച്ചത്. ഒന്ന്, BJPക്ക് 3 സീറ്റ് കിട്ടിയില്ലേ ബഹിമേ.
എന്നാൽ ബി ജെ പിയുടെ വോട്ട് ഷെയറിൻ്റെ സ്ഥിതി എന്താ? 2024 ബി ജെ പിക്ക് എത്ര വോട്ട് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു? 16.8%. ഇപ്പം 3 സ്ഥലത്ത് ബി ജെ പി ജയിച്ചു. 3 സ്ഥലത്ത് ബി ജെ പി ജയിച്ചപ്പോൾ ബി ജെ പിയുടെ വോട്ട് ഷെയർ സംസ്ഥാനത്ത് എത്രയായി? കുറഞ്ഞു. 11.4%. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ലളിതമായ അർത്ഥം എന്താണ്? ബി ജെ പി പല സ്ഥലത്തും അവരുടെ വോട്ട് ഇടതുപക്ഷം തോൽക്കാൻ വേണ്ടി UDF കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ അവർ ജയിച്ചിരിക്കുന്ന 3 മണ്ഡലങ്ങൾ, 2ാം സ്ഥാനത്ത് ആരാ? 3 മണ്ഡലങ്ങളിലും CPM ആണ്. അപ്പോൾ CPM ജയിക്കായിരുന്നു അല്ലേ? ബി ജെ പിയെ തോൽപ്പിക്കണം എന്നൊരു നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനും UDF ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പി ജയിക്കില്ല. മഞ്ചേശ്വരത്ത് ഇടതുപക്ഷത്തേക്കാൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയാവുന്ന മുന്നണി UDF ആണ്. 20,000 വോട്ട്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പം ബി ജെ പിയെ തോൽപ്പിച്ചു എന്നും കൂടി മനസ്സിലാക്കണം. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞു, ബി ജെ പിയെ തോൽപ്പിച്ചു എന്ന് മനസ്സിലാക്കണം. മറ്റിടത്ത് എന്താ സ്ഥിതി? ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തു കോൺഗ്രസ്സുകാർ. ഇത് വസ്തുതയല്ലേ? ഇത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമല്ലേ? അപ്പോൾ ബി ജെ പിയുമായ ഒരു ഭാഗത്ത് ഡീല് എന്നുള്ള വാക്കാണല്ലോ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്, ഡീല്. മറുഭാഗത്ത് എന്താണ്? CPM ഇടതുപക്ഷത്തിനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമെതിരായിട്ട് അദ്ദേഹം RSS ആണ്, മോഡിയുടെ അജണ്ട നടപ്പാക്കുന്ന ആളാണെന്നുള്ള പച്ച നുണ ഏറ്റവും ഹീനമായ രീതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലാകെ പ്രചരിപ്പിച്ചു. കുടുംബയോഗങ്ങളിലെല്ലാം SIR കൊണ്ടുവന്നു, അത് നടപ്പാക്കുന്നു, പിണറായി വിജയനാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ആകെ പേടിപ്പിച്ചു. പിണറായി 3ാമതും അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ നിന്ന് മുസ്ലിങ്ങൾ ഓടിപ്പോകേണ്ടി വരും എന്ന വ്യാജ പ്രചരണം നടത്തി. PMC ഒപ്പിട്ടിതാ വിദ്യാഭ്യാസ രംഗത്ത് ഇത് കൊണ്ടുവരും. PMC ഒപ്പിട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് വിമർശനങ്ങൾ വന്നു, പരിശോധിച്ചു, നമ്മുടെ നയങ്ങൾക്ക് നിരക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഇടതുപക്ഷം മുന്നണി തന്നെ തിരുത്തി അതിൽ നിന്ന് പിറകോട്ട് പോന്നു. എന്നാൽ PMC രാജസ്ഥാനിൽ ഒപ്പിട്ടത് അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. ഇപ്പോൾ കർണാടകയിൽ ഇപ്പോഴും PMC നടപ്പാക്കുക. തെലുങ്കാനയിൽ ഇവിടെ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണല്ലോ രേവന്ത് റെഡ്ഡി. അദ്ദേഹം ഭരിക്കുന്ന തെലുങ്കാനയിൽ അദ്ദേഹമാണല്ലോ PMC ഒപ്പിട്ട് ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ എന്താണ്? കള്ളപ്രചരണം നടത്തി. ഇടതുപക്ഷം ഒരു കാരണവശാലും PMC അതുമായി ബന്ധപ്പെട്ട പുത്തൻ വിദ്യാഭ്യാസ നയവും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പാക്കാൻ പാടില്ല എന്നുള്ളത് പ്രഖ്യാപിത നിലപാടാണ്. ആ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായിട്ട് PMC ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇടതുപക്ഷത്തിന് എതിർപ്പ് വന്നു. പരിശോധിച്ച് ആ PMC കരാറിൽ നിന്ന് ഇടതുപക്ഷം പിന്മാറി. തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും PMC നടപ്പാക്കുന്ന ആൾക്കാർ ഇവിടെ എന്താണ്? ഇടതുപക്ഷത്തിനെതിരായിട്ട് ശുദ്ധ നുണപ്രചരണം നടത്തി. അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ നുണപ്രചരണം നടത്തി. അതുമാത്രവും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ 5 നേരം നിസ്കരിക്കുന്നവരല്ല. നമ്മുടെ സ്ഥാനാർത്ഥി 5 നേരം നിസ്കരിക്കുന്ന ആളാണ്. എന്തിന് VPP മുസ്തഫ എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് അദ്ദേഹം CPM ഒരു നേതാവ് മാത്രമല്ല, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്ത ആളാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി വളരെ നന്നായി അറിയാവുന്ന ആളുകളുള്ളൊരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സഹപാഠികളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനെതിരായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ എന്താ പ്രസംഗിച്ചത്? അദ്ദേഹം നിസ്കരിക്കാത്ത ആളാണ്, മുണ്ട് വലത്തോട്ട് കൊടുക്കുന്ന ആളാണ്. എന്ത് ഈ മുണ്ട് വലത്തോട്ട് ഇടത്തോട്ട് കൊടുക്കുന്നത് ആരെങ്കിലും പറയൂ? അദ്ദേഹം മൂത്രമൊഴിച്ചാൽ ശുദ്ധീകരിക്കാത്ത ആളാണ്. സ്ത്രീകളുടെ യോഗത്തിൽ വരെ പ്രചരണം നടത്തുക. അപ്പോൾ കടുത്ത വർഗീയ പ്രചരണമാണ് നടത്തിയത്. ഇതിന് ഇസ്ലാമുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, ഇതിന് മുസ്ലിമായിട്ടൊന്നും ബന്ധമില്ല. ഇതിന് ബന്ധം എന്തായിട്ടാണ്? ഇതിന് ബന്ധം എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ തകർക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് വിരോധ പ്രത്യയശാസ്ത്രമായിട്ടാണ്, കമ്മ്യൂണിസ്റ്റ് വിരോധ രാഷ്ട്രീയമായിട്ടാണ്. ആ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ, ഇടതുപക്ഷ വിരോധത്തിൻ്റെ രാഷ്ട്രീയം കത്തിച്ച് നിർത്തുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ UDF ചെയ്തത്. ഇവിടെ ഫഹീം ചോദിച്ചതുപോലെ ഇടതുപക്ഷത്തിന് അതിൻ്റെ ചരിത്രത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ്. 77 ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായത്. 2001 തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. 77 2001
രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് ലോകത്തും നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നത്. കുറച്ചും കൂടെ ഭീഷണമായ ഒരു സാഹചര്യമാണ്. പക്ഷേ ഇടതുപക്ഷം ഈ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ തിരിച്ചടികൾ ഇപ്പോൾ ഇത്രയും വലിയ നുണപ്രചരണം ഇടതുപക്ഷത്തിനായി നടത്തുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം ന്യായമായി ഉയർന്നു വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചില ദൗർബല്യങ്ങളും അതിലുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം സംഘപരിവാറിൻ്റെ ഒരു കൊട്ടേഷൻ കളിക്കുന്ന ആളാണ്. അദ്ദേഹം എന്താണ് ഒരു ഭാഗത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് തുടർച്ചയായി പ്രചരണം നടത്തി. ഇടതുപക്ഷ പ്രൊഫൈലുകളൊക്കെ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ടത്ര ഗൗരവത്തിൽ അതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിലും അദ്ദേഹത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നതിലും വീഴ്ചകളുണ്ടായിട്ടുണ്ട്. അദ്ദേഹം മലബാറിൽ മുസ്ലിങ്ങൾക്കായിട്ട് വലിയ രീതിയിലുള്ള വാചകടികളൊക്കെ നടത്തി. മലപ്പുറം ജില്ല ജീവിക്കാൻ പോലും പറ്റാത്ത അനുവദിക്കാത്ത സ്ഥലമാണെന്ന് വരെയുള്ള അങ്ങേറ്റ അപകടം. നമ്മളൊക്കെ മലപ്പുറത്ത് കോഴിക്കോട്ട് ഒരേപോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. വലിയ അപകടകരമായ പ്രസ്ഥാനങ്ങൾ നടത്തി. അതൊക്കെ വേണ്ടത്ര രീതിയിൽ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം കോട്ടയത്ത് പോയിട്ട് എന്താണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും പറഞ്ഞു. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു ധ്രുവീകരണം UDFന് അനുകൂലമാക്കി മാറ്റാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യം. അതേപോലെ തന്നെ ഇത്തരം പ്രചരണങ്ങളെ മറികടക്കാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രതിരോധങ്ങൾ ഉയർത്താൻ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എന്തുകൊണ്ട് കഴിഞ്ഞ അത്തരം ദൗർബല്യങ്ങൾ ഉൾപ്പെടെ എല്ലാം പരിശോധിച്ച്. അതുപോലെ തന്നെ പാർട്ടി G. സുധാകരൻ വിജയിക്കുന്നു, ഗോവിന്ദമാഷി വിജയിക്കുന്നു. കണ്ണൂരിൽ പാർട്ടി കേരളം ഉണ്ടായപ്പോൾ മുതൽ ഇടതുപക്ഷം വിജയിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ള തോൽവി എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അത് രാഷ്ട്രീയമായും സംഘടനാപരമായും പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയനം, പാർട്ടിക്കകത്തുയർന്നു വരുന്ന വിമർശനങ്ങൾ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഡെമോക്രാറ്റായ മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ സമീപനം സ്വീകരിച്ചാൽ മാത്രം പോരാ, അത് മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വന്ന സംഘടനാപരമായ വീഴ്ചകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും പരിശോധിച്ച് തിരുത്തിപ്പോകേണ്ടതുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പായാലും നമ്മുടെ പയ്യന്നൂരായാലും, ഈ പയ്യന്നൂരിൻ്റെ തന്നെ ഒരു ഉപഗ്രഹം പോലുള്ള സ്ഥലമാണ് ഈ തൃക്കരിപ്പൂർ. ഈ 3 മണ്ഡലങ്ങളിലും ഉണ്ടായ തിരിച്ചടി ഇവിടെ വഹീം സൂചിപ്പിച്ചതുപോലെ കേരളം ഉണ്ടായത് മുതലല്ല, CPM ഉണ്ടായത് മുതൽ CPMന് ജയിച്ചു വരാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ഉണ്ടായ തിരിച്ചടി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നമ്മുടെ സംഘടനയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികളുടെ കാര്യങ്ങളെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നതിൽ, കൈകാര്യം ചെയ്യുന്നതിൽ എന്തൊക്കെ വീഴ്ചകളുണ്ടായി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ളൊരു റെക്ടിഫിക്കേഷൻ, ഒരു തിരുത്തൽ പ്രക്രിയ വളരെ അനിവാര്യമാണ്. ഈ തിരുത്തൽ പ്രക്രിയ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സെക്കുലർ ഫാബ്രിക്കിനെ സംരക്ഷിക്കണമെങ്കിൽ അതിന് പ്രത്യയശാസ്ത്രപരമായ ഒരു സന്നദ്ധതയുള്ള പ്രസ്ഥാനം ഇടതുപക്ഷം മാത്രം. കോൺഗ്രസിനൊന്നും അതില്ല. അപ്പോൾ കേരളത്തിലെ സിവിൽ സമൂഹത്തിലെ ബുദ്ധിജീവികൾ, എഴുത്തുകാർ, കലാകാരന്മാർ, ഇവിടുത്തെയുള്ള ശാസ്ത്രപ്രചാരകന്മാർ, ഗ്രന്ഥശാലാ പ്രവൃത്തി, ഇതെല്ലാം അടങ്ങുന്ന ഒരു സെക്കുലറിസത്തെ വളരെ ശക്തമായ ഒരു ഭൗതിക ജീവിത അടിസ്ഥാനമാക്കി മാറ്റാൻ കഴിയുന്ന ശക്തികൾ ഇവിടെയുണ്ട്. മതവിശ്വാസികൾക്കും മതവിശ്വാസമില്ലാത്ത ആളുകൾക്കും വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾക്കും എല്ലാം ഒന്നിച്ച് ജീവിക്കാൻ, വളരെ സൗഹാർദ്ദപൂർവ്വം ജീവിച്ചു പോകാൻ കഴിയുന്ന, അതിന് സഹായകരമായ ഒരു സാമൂഹ്യ അവസ്ഥ കേരളത്തിൽ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ 3 സീറ്റുകളിൽ സംഘപരിവാർ വന്നു, അവർ കേരള നിയമസഭയിലുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ പ്രശ്നമല്ല. ബംഗാളിലോ ആസാമിലോ ഒക്കെ സംഭവിച്ചതിന് സമാനമായ കാര്യങ്ങൾ വളരെ ദുർബലമായ സെക്കുലർ നിലപാടുകൾ മാത്രമുള്ള കോൺഗ്രസിനെ പോലുള്ള ഒരു ബൂർഷാ പാർട്ടി നിലനിൽക്കുന്ന കേരളം പോലൊരു സമൂഹത്തിനകത്ത് എന്താണ് നാളെ BJPക്ക് എളുപ്പം വളർന്നു വരാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആ കാര്യങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും, പ്രത്യേകിച്ച് സെക്കുലർ വിശ്വാസികളെയും നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തണം. ഈ അപകടം നല്ല രീതിയിൽ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിയണം. അതിന് കഴിയുന്ന തരത്തിൽ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ
രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായ ജാഗ്രത അത് വളരെ പ്രധാനമാണ്. ഈ സെക്കുലറിസത്തെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ സൈദ്ധാന്തിക ജാഗ്രതയിൽ ചെറിയ കുറവ് വന്നു. വെള്ളാപ്പള്ളിയൊക്കെ തോന്നിയാസം പറഞ്ഞപ്പോൾ, വിദ്വേഷം പറഞ്ഞപ്പോൾ വേണ്ടത്ര രീതിയിൽ അതിനെ പ്രതിരോധിച്ചില്ലേ എന്നുള്ള പ്രശ്നം വളരെ പ്രധാനമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉയർത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ ഉത്തരം പറഞ്ഞ് തങ്ങളുടെ നിലപാടുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന തിരിച്ചടികളെ അതിജീവിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ UDF ഭൂരിപക്ഷം കിട്ടി, 102 സീറ്റൊക്കെ കിട്ടി. പക്ഷേ എന്താ സ്ഥിതി? ആരാ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റാത്ത ഗതികേടിലാണ്. എന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ് ഉണ്ടാക്കുകയല്ല എന്നല്ല. കാരണം ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി, ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെയും പൊതുജന വിദ്യാഭ്യാസ സംവിധാനങ്ങളെയൊക്കെ തകർക്കാൻ വേണ്ടി വലിയ രീതിയിൽ കാത്തു നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി തങ്ങൾക്ക് ഇഷ്ടം പോലെ ഭൂനിയമങ്ങളെയും തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങളെയൊന്നും മറികടന്നുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ കഴിയാത്ത വലിയ പരാതിയെതിരെ കഴിയുന്ന കുത്തകകളുണ്ട്. ആ കുത്തകൾ പണം ഇറക്കിയിട്ടാണ് UDFനെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF ഗവൺമെൻറ് ഉണ്ടാക്കും. പക്ഷേ ഗവൺമെൻറ് ഉണ്ടാക്കിയാലും അതിൻ്റെ അന്തഃഛിദ്രങ്ങൾ അടങ്ങില്ല. പിന്നെ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും UDF നാളെ എടുക്കാൻ പോകുന്ന നിലപാടുകളെ ആശ്രയിച്ചിരിക്കുമെന്ത് അതിൻ്റെ ഭാവി. കേരളമാണ്, സമരോന്മുഖമായൊരു സമൂഹമാണ്. ഇന്ന് അനുഭവിച്ചു വരുന്ന ക്ഷേമ ആനുകൂല്യങ്ങളും വികസന ആനുകൂല്യങ്ങളുമൊക്കെ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ശക്തമായ പ്രതികരണം ഉണ്ടാകും. അത്തരം പ്രതികരണങ്ങളെയൊക്കെ നല്ല രാഷ്ട്രീയ സമരങ്ങളാക്കി മാറ്റാൻ കഴിയാവുന്ന നല്ല രീതിയിലുള്ള വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷമായി ഇടതുപക്ഷം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴുണ്ടായ തിരിച്ചടികളെയൊക്കെ അതിജീവിച്ച് അതിന് അതിവേഗം തന്നെ ഇപ്പോൾ ഉണ്ടായ ഈ പരാധീനത, ഈ രാഷ്ട്രീയമായ പിറകോട്ടുപോക്ക് പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ കാണുന്നത്. എന്തായാലും നമുക്ക് തന്ന സമയത്തിന് നന്ദി.